ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ചെയ്തു. ഞാൻ ആകെ വളരെ വിഷമത്തിലാണ്. വിഷമമൊന്നുമല്ല, ചെറിയ സങ്കടം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പിളി മാഡത്തിനെ തള്ളി പറഞ്ഞു ചീന മാഡം. അത് പിന്നെ അങ്ങനെയാണല്ലോ. എന്തോ ഒരു നാട്ടിലൊരു ചൊല്ലുണ്ട് അല്ലേ, 4 ആണുങ്ങൾ യോജിച്ച് കഴിഞ്ഞാലും 2 പെണ്ണുങ്ങൾ യോജിക്കില്ല എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് തന്നെയായിരിക്കും. അപ്പോൾ കമ്പിളി തെറ്റിദ്ധരിച്ചാണ് എന്നാണ് പറയുന്നത്. ഷിബു സാറ് നല്ലവനാണ്. ഷിബു സാർ മുക്കിയിട്ടുണ്ടെങ്കിലും അത് കമ്പനിക്ക് വേണ്ടിയിട്ട് മുക്കിയതാണ്. കമ്പനിക്ക് വേണ്ടിയിട്ട് പണ്ട് ചിലവാക്കിയ പൈസയാണ് മുക്കിയിരിക്കുന്നത് എന്നാണ് ന്യായീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഷിബു സാർക്ക് വന്നിരിക്കുന്ന വിഷമത്തിൽ ഇവിടെ ചീന മാഡം അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഡയലോഗ് അടിച്ച് എക്സിക്യൂട്ടീവ് വിളിക്കണം, അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ച കമ്പിളി ആരായി എനിക്കറിയില്ല ആരായി. ഇപ്പോൾ പൊടി പോലും ഇല്ല, മറ്റേ ഡെറ്റോളിൻ്റെ പരസ്യം പോലെയാണ്, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ അവസ്ഥയിലായി അവരുടെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് കമ്പിളി മാഡം. അപ്പോൾ ഇത് കമ്പിളി മാഡത്തിന് ഒന്നും അറിയില്ല. എന്തൊക്കെയോ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാം. പക്ഷേങ്കിൽ ഈ തട്ടിപ്പ് കമ്പനിയെ മനസ്സിലാക്കാൻ ഇനി മനസ്സിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എന്തായാലും ഷിബു സാറോടും ബാക്കി എല്ലാവരോടും എക്സിക്യൂട്ടീവുകാരോടൊക്കെ മാപ്പ് പറയേണ്ട അവസ്ഥയിലായി കമ്പിളി മാഡം. വളരെ മോശമായിപ്പോയി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫണ്ട് ചിലവാക്കിയ ആൾക്കാരൊക്കെ ഇപ്പോൾ ആ ഫണ്ട് തിരിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കമ്പനി തിരിച്ചു വന്നതുകൊണ്ടോ കമ്പനിക്ക് ലാഭം വന്നതുകൊണ്ടോ അല്ല ഇപ്പോൾ ഫണ്ട് തിരിച്ചെടുക്കുന്നത്. ഇവർക്ക് മനസ്സിലായി ഇനി ഇതൊന്നും തിരിച്ചു വരില്ല. അപ്പോൾ കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പിന്നെ ആരെങ്കിലും ആക്സിഡൻ്റ് ആയിട്ടോ മറ്റോ ഒക്കെ കിടക്കുമ്പോൾ പണ്ടത്തെ കണക്കൊക്കെ പറയും. ഇപ്പം മരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് കിട്ടൂലല്ലോ. അപ്പോൾ അന്നേരമായിരിക്കും ഈ ഫണ്ട് ചിലവാക്കിയ പൈസേൻ്റെയൊക്കെ കണക്ക് പറയാം. അപ്പോൾ അതേ അവസ്ഥയാണ് ഇപ്പോൾ. എന്തോ വിജയലക്ഷ്മി മാഡമാണ് ഫണ്ട് മുക്കിയത്, അവർ ഫണ്ട് ചിലവാക്കിയ പൈസയാണ്, അത് അവരെടുത്തോട്ടെ എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും മുന്നേ ചിലവാക്കിയ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി ഇത് ചിലവാവില്ല. അതുകൊണ്ടാണ് ഇപ്പം 10 ഉറുപ്പ്യാണെങ്കിൽ 10 ഉറുപ്പ്യ അയക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 രൂപയാണെങ്കിൽ 10 രൂപ, 20 ഉറുപ്പ്യാണെങ്കിൽ 20 ഉറുപ്പ്യ, എന്ത് വേണമെങ്കിലും അയക്കുന്നിട്ട് നമ്മുടെ ചപ്പാൻ ഇപ്പോൾ പുതിയൊരു ഗ്രൂപ്പൊക്കെ ഓപ്പൺ ആക്കി. മറ്റേ ഗ്രൂപ്പിലൊന്നും അഡ്മിൻ ഓൺലി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൂഫ് ഒന്നും അയക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഫണ്ട് കളക്ഷന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആൾക്കാർ പിന്നെ ഇങ്ങനെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്തിന്, അതും വേസ്റ്റ് എന്നൊക്കെ പറയാനുള്ളൂ, സ്ക്രീൻഷോട്ട് അയക്കാണ്. എന്തിനാണെന്നറിയില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ഹലാലാവണമെങ്കിൽ നിങ്ങൾ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ ഹറാമാണ്, നിഷിദ്ധമായിട്ടിരിക്കുന്ന പടച്ചവും പൊറുക്കാത്ത പണമാണ് ഇത്. ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടും കഫ തോന്നിട്ടും ഉണ്ടാക്കിയതല്ലേ. എന്തൊക്കെയാണ് കാണുന്നത്. വളരെ സങ്കടത്തിൽ തന്നെയാണുള്ളത്.